യുദ്ധത്തിൽ ആരാണ് ജയിക്കുന്നത്? ജീവൻ പണയം വയ്ക്കുന്ന സൈനികനോ, മകനെ നഷ്ടപ്പെടുന്ന അമ്മയോ, അവശിഷ്ടങ്ങളിൽ വളരുന്ന കുട്ടികളോ കുടുംബങ്ങളോ, അതോ നമ്മൾ ആരെങ്കിലും കാണാത്ത മറ്റാരെങ്കിലുമാണോ? ഇന്ന് ലോകം മറ്റൊരു ഭീകര യുദ്ധം കാണുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: യുദ്ധങ്ങളിലെ യഥാർത്ഥ വിജയി ആരാണ്? ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. യുദ്ധത്തിലെ വിജയി ആരാണ്? അതിനെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനായി ശ്രമിക്കാം. ഈ സന്ദേശം പ്രസക്തമാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മടിക്കരുത്. ഇത് ബോധവൽക്കരണം വ്യാപിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. 2026 വീണ്ടും മധ്യപൂർവ്വദേശം തീയിൽ മുങ്ങിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഇറാനിലേക്കുള്ള ആക്രമണം, ഇറാനിൻ്റെ തിരിച്ചടികൾ എല്ലാം ചേർന്ന് യുദ്ധച്ചൊരിച്ചിലിൻ്റെ ചക്രവാളം സൃഷ്ടിക്കുന്നു. വീടുകൾ തകർന്നു വീഴുന്നു, ആശുപത്രികൾ പൊളിയുന്നു, സ്കൂളുകൾ അവശിഷ്ടങ്ങളായി മാറുന്നു, കുടിവെള്ളവും വൈദ്യുതിയും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു വീഴുന്നതായി ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകുന്നു. ഏറ്റവും വലിയ വില നൽകുന്നത് സാധാരണ ജനങ്ങളാണ്. എന്നാൽ ഈ നാശത്തിനിടയിലും ചിലർ വിജയമെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അവർ ശരിക്കും ആരാണ്? We have hit hundreds of targets, all in a matter of literally minutes. ചരിത്രം നമ്മളോട് പറയുന്നത് യുദ്ധങ്ങളിൽ ഒരിക്കലും സാധാരണ ജനങ്ങൾ ജയിക്കാറില്ല എന്നാണ്. അവർക്ക് കുടുംബാംഗങ്ങളെയും ജീവിതോപാധികളെയും സ്വന്തം മാന്യതയും വരെ നഷ്ടപ്പെടും. അഭയാർത്ഥികൾ അതിർത്തി കടന്നോടും. കയ്യിൽ ശേഷിക്കുന്നത് വേദനയും ഓർമ്മകളും മാത്രം. അതേസമയം നേതാക്കൾ വിജയമെന്ന് പ്രഖ്യാപിക്കുന്നു. ആയുധ വ്യവസായികൾ ലാഭം കൊയ്യുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നേറുന്നു. രക്തം ചിന്തുന്നവർ വിജയിക്കുന്നില്ല. മറ്റുള്ളവരുടെ വേദനയിൽ നിന്ന് നേട്ടം കൊയ്യുന്നവരാണ് വിജയികളായി മാറുന്നത്. ലോകമെങ്ങാടും നടക്കുന്ന 100-ലധികം സംഘർഷങ്ങളിൽ സാധാരണ ജനങ്ങൾ നിയന്ത്രണമില്ലാത്ത ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു എന്ന് റെഡ് ക്രോസ് റിപ്പോർട്ട് ചെയ്തു. സഹായമെത്തിക്കാൻ മനുഷ്യാവകാശ പ്രവർത്തകർ പോലും പോരാടുന്നു. നിരപരാധികളെ സംരക്ഷിക്കേണ്ട നിയമങ്ങൾ തകർന്നു പോകും. യാഥാർത്ഥ്യം ഇതാണ്: യുദ്ധം വിജയത്തെക്കുറിച്ചല്ല, സാധാരണ മനുഷ്യൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചാണ്. ആരാണ് യുദ്ധങ്ങളിൽ നേട്ടം കൊയ്യുന്നത്? ആയുധ നിർമ്മാതാക്കൾ അവരുടെ ലാഭം ഉയരുന്നു. രാഷ്ട്രീയ നേതാക്കൾ അവരുടെ അധികാരം ഉയർപ്പിക്കുന്നു. ജിയോ പൊളിറ്റിക്കൽ ശക്തികൾ അവരുടെ സ്വാധീനം വ്യാപിപ്പിക്കുന്നു. പക്ഷേ കർഷകർ, അധ്യാപകർ, കുട്ടികൾ എന്നിവർക്ക് എല്ലാം നഷ്ടപ്പെടുന്നു. അവരുടെ സ്വപ്നങ്ങൾ അവശിഷ്ടങ്ങളിൽ അടിഞ്ഞു പോകുന്നു. അവരുടെ ഭാവി അവർ ഒരിക്കലും എടുക്കാത്ത തീരുമാനങ്ങളാൽ തകർന്നടിയപ്പെടുന്നു. യുദ്ധം മഹത്വത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞ് വിപണനം ചെയ്യപ്പെടുന്നു. എന്നാൽ യഥാർത്ഥം അത് ശക്തരെ ഉയർത്തി ദുർബലരെ തകർക്കുന്ന യന്ത്രമാണ്. വിജയികൾ കുറച്ചു പേരാണ്. അവരുടെ നേട്ടം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വേദനയിൽ നിന്നാണ്. തോൽക്കുന്നവർ അനവധി. ശാന്തി മാത്രം ആഗ്രഹിച്ചിരുന്ന സാധാരണ ജനങ്ങൾ. അപ്പോൾ യുദ്ധത്തിലെ വിജയി ആരാണ്? സൈനികരല്ല, അമ്മമാരല്ല, കുട്ടികളല്ല. വിജയികൾ ഡിസ്ട്രക്ഷനിൽ നിന്ന് ലാഭം കൊയ്യുന്നവർ മാത്രം. മനുഷ്യരാശിയുടെ ബാക്കിഭാഗത്തിന് യുദ്ധം എല്ലായ്പ്പോഴും തോൽവി മാത്രമാണ്. ഈ സത്യം തിരിച്ചറിയാതെ നമ്മൾ തലമുറകളായി ഒരേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യം ഇതാണ്: നമ്മൾ ഒരിക്കലെങ്കിലും പഠിക്കുമോ? ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ലോകത്തോട് നമുക്ക് ഒരുമിച്ച് പറയാം: ശാന്തിയാണ് യഥാർത്ഥ വിജയം.